ഞാനിപ്പോ അവള് കാണാതെ ഇവിടെ വന്നിരിക്കുക. അവള് കണ്ടാ കൊല്ലും അറിയാലോ. അയ്യോ മക്കൾ എവിടെ ഇപ്പൊ? ഇന്നലെ വിളിക്കാൻ പറ്റില്ല, കൂടെ ഉണ്ടായിരുന്നല്ലോ. എങ്ങനെയെങ്കിലും എവിടെ ഇവിടെ 2 ദിവസം മാറ്റി എടുത്തിട്ടുണ്ടോ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ? പോലെ പോലെ അങ്ങനെ പോയങ്ങനെ. അയ്യോ അയ്യോ പോലെ. ഒരുമതാ ഉമ്മതാ താടാ. ഇല്ല ഞാൻ കൊണ്ടുവരും തരാം. ശബ്ദം കേക്കുന്നേ വെള്ളം കണ്ട കാര്യമാണ്. വെള്ളത്തിൽ വീണത്. വെള്ളത്തിൽ വീണോ? ഫോണ് നിങ്ങളിപ്പോ മൊത്തത്തിൽ നനഞ്ഞു നിൽക്കുവാന്നല്ലോ, നനഞ്ഞ കോഴിയെ പോലെ. വിളിച്ചൊക്കെ ഞാനൊന്ന് നോക്കട്ടെ, അതിനകത്തുള്ള നമ്പറൊക്കെ എനിക്കൊന്ന് കാണാം. ആ ഫോൺ ഇങ്ങോട്ട് തന്നെ മനുഷ്യ. എന്റെ മാത്രം രഹസ്യങ്ങളല്ലേ. നിന്റെ ഫോൺ ഞാൻ ചോദിക്കുന്നില്ലല്ലേ? നിന്റെ ഫോൺ ഞാൻ ചോദിക്കണ്ട. എന്റെ ഫോണിനകത്ത് വല്ല രഹസ്യമൊന്നുമില്ല. നിങ്ങൾ ആ ഫോണിൽ തരാനേ. ഞാൻ നിന്റെ അടുത്ത് ഫോൺ ചോദിച്ചായിരുന്നേ. എന്തുമാത്രം നമ്പറാണ് അതിനകത്തുള്ളത്? പോട്ടെ, നശിച്ചു പോട്ടെ. ഉള്ള പെണ്ണുങ്ങളുടെ നമ്പർ എല്ലാം നശിച്ചു പോട്ടെ. ആ കിടക്കുന്ന ആ പെണ്ണുങ്ങളൊക്കെ വെള്ളം കുടിച്ച് ചാവട്ടെ അതിനകത്ത് കിടക്കും. നീ അകത്ത് പോയിട്ട് നിന്റെ ഫോണിൽ നിന്ന് വിളിച്ചേ. എന്തിന്? അപ്പൊ അത് എവിടെ കിടക്കണം അറിയാൻ പറ്റും. കുമിള വരും. നിങ്ങളുടെ GPS അങ്ങോട്ട് ഓണാക്കിയിടും, അപ്പൊ അറിയാം എവിടാ കിടക്കുന്നേന്ന്. അങ്ങോട്ട് ഒരു ഫോണ് നശിച്ചു പോത്തേയുള്ളൂ. ഇങ്ങനെ കിടന്ന് ഓടണത് എന്നാ ബഹളം ഓടാത്? എന്റെ ഫോൺ അതിനകത്ത് ഏത് സൂക്ഷിക്കണ്ടാ? സൂക്ഷിക്കാതെ അത് സൂക്ഷിക്കാൻ അറിയാൻ പാടില്ല. നമ്പറല്ല അതിനകത്തായിരുന്നു. എന്ത് നമ്പറാ? കയ്യിരുന്ന ഫോൺ താഴെ പോയല്ലേ? എന്റെ ഫോൺ വെള്ളത്തിലേക്ക് പോയി. സൂക്ഷിക്കണ്ടേ? ഞാനത് ഇങ്ങനെ ചെറുപ്പക്കാരനല്ലേ നീ? ഫോൺ സൂക്ഷിക്കണം. എന്റെ ആകുമ്പോ 1200 രൂപയുള്ളൂ. ഇത് 22,600 രൂപ 2021 മേടിച്ചത്. അതിന്റെ അടവും തീർന്നിട്ടില്ല സാധനം. എനിക്കൊരു സമാധാനം. നീ ഒരു സാധനം അവിടെ കിടന്നിട്ട് ഇറങ്ങുന്നത് എന്താണ് മാർഗം എന്നാണ് പിന്നെ അത്രക്കാൻ. നീ ഒരു കാര്യം ചെയ്യോ, ഞാൻ നിന്നെ കൈ പിടിച്ച് തരാം. നീ സൈഡിൽ കൂടി ഒന്ന് ചവിട്ടിട്ട് രണ്ടാമത്തെ ഞാൻ എന്തിനാ ഇറങ്ങണം? നീ ഇറങ്ങണം. ഇത് എന്റെ കിണറ്, എന്റെ ഫോൺ അവിടെ കിടന്നോട്ട് നിനക്ക് വേണേ ഇറങ്ങിയിട്ട് നീ. ഞാൻ ഒരു കാര്യം ചെയ്തല്ല, ഏണി ഇവിടെ വല്ല ഉണ്ടാ? ഏണിയല്ല, നീ എന്നല്ലേ ഏണി. ഞാനല്ലെങ്കിൽ പതുക്കെ ഒന്ന് ഇറങ്ങി നോക്കിയാലോന്ന് ആലോചിക്കണേ. സൂക്ഷിക്കണേ, പരിചയമില്ലാത്തതാണ് നീ. അല്ലേ നീ ഇറങ്ങാണെങ്കിലേ എന്റെ ഫോണോട്ട് എടുത്തോളാം. ഞാൻ ഭാര്യ വീട്ടിലേക്കല്ല പോണത്, എന്തെങ്കിലും മേടിച്ചോണ്ട് വരാൻ. ഞാൻ എന്റെ ഫോൺ എടുക്കാൻ പോവാ. എന്റെ ഫോണോട് എന്തായാലും അത് വീണ് കിടക്കില്ലടാ. അത് ഇവിടെ ചവിട്ടോന്നാണ് ഞാൻ ആലോചിക്കണം. ഇവിടെ പായലുണ്ട്, സൂക്ഷിക്കണം. പവിത്രൻ ഇങ്ങോട്ട് വന്നായിരുന്നോ? പവിത്രൻ ഇങ്ങോട്ട് വന്നായിരുന്നോ? ഏത് പവിത്രൻ? ഏത് പവിത്രനോ? നിങ്ങൾക്ക് എത്ര പവിത്രനെ അറിയാം? നിനക്കെന്ത് കണ്ണി കുരുണ്ടാ? കണ്ടൂടെ? ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടൂടെ എനിക്ക്? അയ്യോ, നിങ്ങളുടെ ഉറ്റ സുഹൃത്ത് ഈ അലമാരക്കകത്ത് ഇവിടെ പ്രമാണം വരുന്നതേ എന്നോട് ചോദിക്കാതെ പറയാതെ എടുത്തു കൊടുത്തില്ലേ അവന് ബിസിനസ് തുടങ്ങാനെ? അതൊക്കെ ഒരു അത്യാവശ്യം ഒരു മനുഷ്യന് ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കാൻ പറ്റും. എന്നിട്ട് അവൻ വല്ല അടയ്ക്കുന്നുണ്ടോ? വല്ല തിരക്കിയോ? അവൻ കൃത്യമായിട്ടല്ല അടയ്ക്കുന്നുണ്ടോ? അവനെ ചെത്തിയ മിറ്റത്തെയോ കേട്ടത്തില്ല. ഇതുപോലൊരു എരണം കെട്ടവനെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ പറയല്ലേ, പറഞ്ഞാലിപ്പോ കൂടിപ്പോവും. മോശമല്ലേ? വൃത്തികെട്ടവനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടില്ല. എരണം കെട്ടവൻ, എരണം കെട്ട. എപ്പ വന്ന്? ഫസ്റ്റിലത്തെ തെറുക്ക് തന്നെ വന്നു. കൈ കാണിച്ച് ഞാൻ ശരിക്കും പറഞ്ഞാലേ സുമിത്രനില്ലേ, സുമിത്രൻ ചേട്ടന്റെ കൂട്ടുകാരൻ സുമിത്രനെ ഒരു എരണം കെട്ടവനാണേ. അവന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഞാനേ. അവനാണല്ലോ ആധാരം കൊണ്ടേ പണയാൻ പറ്റത്. ഏറ്റവും കുഴപ്പമില്ല, പക്ഷെ ഇറക്കി ഫോൺ കിട്ടിയാ? ഫോൺ കിട്ടി. എന്റെ ഫോണാടാ. അത് തൊട്ടപ്പോ തീട്ടി പോയി. ഇത്തിരി വഴുവഴുപ്പുണ്ടായി. അതേതായാലും നന്നായി, അത് എടുക്കാനും നന്നായി. എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിപ്പോഴാ. ഞാൻ എന്നാ ഉപകാരം ചെയ്തു? അത് അവിടെ കിടന്നങ്ങ് നശിച്ചു പോട്ടെ. നിനക്ക് എന്താ എന്റെ ഫോൺ എത്തി എടുത്തായിരുന്നു? നിങ്ങളുടെ കൂട്ടുകാരൻ എപ്പോ വന്നതല്ലേ ഉള്ളു? വന്ന ഉടനെ കിണറ്റിലേക്കല്ലേ പോയത്? ഉണ്ടക്കണ്ണു
ജപ്തിയടാ ജപ്തിയായി. 2 ദിവസം ഇവിടെ ഇല്ലായിരുന്നു. നേരത്തെ കൊണ്ട് അടച്ച് ഒട്ടിച്ചു വെച്ചതാ. ദേ നോക്ക്. അല്ല അതിപ്പോ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇതാണെങ്കിൽ ഞാനെന്താ ചെയ്യുന്നെ? കരയല്ലേ? നീ കരയല്ലേ? എടീ, ഞാൻ പറഞ്ഞ കരയല്ലേ? ഞാൻ പോയി ചാവും. അയ്യോ, ഞാൻ ചത്തു. ഞാൻ പറഞ്ഞ കേക്ക്. ഞാനിപ്പോ ചാവും. എല്ലാത്തിനും ഒരു സമാധാനമുണ്ട്. അല്ലെ എന്തെങ്കിലും ഒരു വഴി പറയടാ. നീ സമാധാനപ്പെട്. സമാധാനപ്പെടും. നിങ്ങൾ മാത്രമൊന്നും അല്ല ഈ ആധാരം അടക്കാതെ വീട് ജപ്തി. അത് ഞങ്ങൾ എവിടെ നീ കൊണ്ടുവച്ചത്? മിണ്ടാതിരിക്കും. ഞങ്ങളല്ല, ഞാനാണ് വെച്ചത്. ആ. അത് പറ്റിപ്പോയി. ആ സമയത്തുള്ള ഗതികേടില്ലേ. ഞാൻ ഈ മാസം കറക്റ്റായിട്ട് എൻ്റെ വീടൊന്ന് വിറ്റിട്ട് അതിന്റെ കാശ് തരാതിരുന്നപ്പോൾ അപ്പോഴാണ് അമ്മ പറയണത് ഇത് നമ്മൾ വാടക താമസിക്കുന്ന വീടാണ്, ഓണർ സമ്മതിക്കൂല ആധാരം കൊണ്ട് വെക്കാൻ. അപ്പൊ ആ ഒരു പ്രശ്നത്തില് പിന്നെ ഞാനൊരു ലോട്ടറി എടുത്തിട്ടുണ്ട്, അടിക്കാനുള്ള ഒരു യോഗവും കൂടി കാണുന്നുണ്ട്. നീ ഞാൻ പറഞ്ഞ ഐഡിയ ഉണ്ടെങ്കിൽ പറ. ഐഡിയ എന്ന് നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമാധാനപ്പെട്. നിങ്ങൾക്ക് ഞാൻ പറയാം, 2 ദിവസത്തേക്ക് എവിടെയെങ്കിലും ഒന്ന് മാറി നിൽക്കാൻ പറ്റുമോ? 2 ദിവസത്തേക്ക് എവിടെയെങ്കിലും ഒരു 2 change? ദിവസമേ ഞാൻ അമ്മയുടെ വീട്ടിൽ പോയി നിൽക്കുമായിരുന്നു. അവര് പെടലിക്ക് പിടിച്ച് ഇറക്കി ഇങ്ങോട്ട് വിട്ടത്. ഇടയ്ക്ക് ഇറങ്ങി ഇരിക്കാന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂർ നിങ്ങൾ ഇരിക്കും? നീ ഉടായി പറയാൻ കാര്യം പറ. അയ്യോ, എന്റെ വീട്. നീ കരയല്ലേ? നീ വന്നെ. അതായത് നീ എന്തിനാണ് അവിടെ നിൽക്കണേ? ഞങ്ങൾ ഇവിടെ ഇല്ലേ നിൽക്കണേ? അവിടെ ഇവിടെ ഇരുന്നിട്ട് നീ അവിടെ ആണേ. അതായത് എന്തായാലും സംഭവിച്ചു പോയി. ആ. ഇപ്പൊ ആർക്കായാലും ഒരു അബദ്ധം കയ്യബദ്ധം പറ്റും. എന്റെ ഒരു അപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾ എനിക്ക് ആധാരം എടുത്ത് തരുകയും ചെയ്ത് എനിക്ക് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരികയും ചെയ്തു. ഇപ്പൊ വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഞാനിപ്പോ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ബുദ്ധിയിൽ ഒഴിഞ്ഞൊരു സാധനമാണ്. നമ്മളൊരു പ്രത്യേക ഐഡിയ അങ്ങോട്ട് ഉണ്ടാക്കുന്നു. എന്താ? നിങ്ങൾക്ക് 2 പേർക്കും പറയണോണ്ടൊന്നും വിചാരിക്കരുത്. ഇല്ല. 2 ആൾക്കും ആ. കോവിഡ് പോസിറ്റീവ് ആണെന്ന് അങ്ങോട്ട് പറയും. ഒറ്റ ഇങ്ങോട്ട് കയറില്ല, ചെയിനായിട്ട് അങ്ങോട്ട് പോകണം. അതൊക്കെ വന്നു, നീ ഇയാൾക്ക് കൊടുത്തു, ഇവന് കൊടുത്തു, ഇവന് അപ്പുറത്ത് കൊടുത്തു, അച്ഛന് കൊടുത്തു, അമ്മക്ക് കൊടുത്ത് 1.5 കൊല്ലം തരംഗം ഉണ്ടാക്കും. കുഴപ്പമില്ലേ? അപ്പൊ പിന്നെ അവരാരാ ഇങ്ങോട്ട് വന്നത്? ഈ ജപ്തിക്കാരാണ് വന്നത് ഇങ്ങോട്ട്. അപ്പൊ അവര് വരുന്നാലും ശരി, അവര് മുമ്പ് ആര് വന്നാലും ശരി, നമ്മൾ പിന്നെ പുറത്തിറങ്ങണ്ട. പുറത്തിറങ്ങണ്ട. നിങ്ങൾ അകത്ത് അവര് വരുന്നത് നീ വാ. ഞാൻ ഇങ്ങോട്ട് വാ. ഞാനും വരണം. പ്ലാൻ ചെയ്യണ്ടേ? എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അല്ല ഞാനെന്തിനാ? ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് അല്ല ഞാൻ ഇങ്ങോട്ട് വാ. എല്ലാം വരുത്തി വെച്ചിട്ട് സാർ വാ സാർ സാർ ഇത് ആ നമ്മളെ ഞങ്ങളല്ലേ വന്നത്. ഇത് ഈ വീടാ, ഈ വീടാ. ഹലോ, ഇവിടെ ആരുമില്ലേ? പിന്നെ ആരാ? കുന്തോട്ട് കുത്തരുത്. വാ, അത് കുത്താനുള്ളതല്ലേ. സംഭവം ജപ്തിയല്ലേ? ആ, ജപ്തി ഒഴിവാക്കിയ കാര്യം ഇവരറിഞ്ഞിട്ടില്ല. ജപ്തി ഒഴിവാക്കി. ജപ്തി ഒഴിവാക്കി അവരുടെ പിന്നെന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞാൽ ഈ പഠിക്കാത്ത പിള്ളേർ ജയിക്കും, പരീക്ഷ എഴുതി ജയിക്കുമ്പോൾ അവർക്കുള്ള സന്തോഷം ഉണ്ടല്ലോ. ഉണ്ട്. അവരിപ്പോ ജപ്തിയാന്ന് പറഞ്ഞ അവിടെ ഇരിക്കുകയാണ്. അതെ. നമ്മൾ വന്ന് ജപ്തി ഒഴിവാക്കി ഇപ്പൊ പറയണ്ട, ഒരു സർപ്രൈസ് കൊടുത്തിട്ട് പിന്നെ പറയാം. അപ്പൊ നമ്മളിപ്പോ ജപ്തി ചെയ്യാൻ വന്ന രീതി നിന്നാ മതി. അതുപോലെ സീരിയസ് ആയിട്ട് ഇരുപത് ഇരുന്നോ. ഒന്നാമത്. ഇങ്ങോട്ട് മാറി വിളിക്കാം. സാർ ഇങ്ങോട്ട് മാറി. ആരും ഇല്ല ഇവിടെ? ഹലോ ഹലോ. എന്തോ സാർ ഒരു വീട് നിറയെ ഡാഡിഗിരിച്ച. നമ്മൾ വന്നോ? സ്ഥലം മാറിപ്പോയോ? ഇത് ഗവൺമെന്റ് ആശുപത്രിയാ. ഇത് ഓവറാക്കരുത്. ക്ഷയരോഗ ആശുപത്രി അല്ല. എന്താ വേണ്ട? ലൈറ്റ് ആയിട്ട് ചോദിക്കും. വേറെ എന്താ വേണ്ടത്? വിറയിലടി വേണ്ടത്. അതെന്തെടുത്ത് നോക്കി. ഇത് തന്നെയാണോ? പഴയ നാടകം പോലെ ആയിപ്പോയി. പഴയ നാടകം അതല്ല, കുഷ്ഠരോഗികളുടെ നാടകമല്ല ഞാൻ ഉദ്ദേശിക്കണം. അല്പം കുറച്ച് അല്പം തല 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 കറക്കണം. തലകറക്കം ഉണ്ടാവണം. തലയിട്ട് കറക്കാനല്ല പറഞ്ഞത്. ഈ കണക്കിന് ഞാൻ വയറിളക്കം പറയാതിരുന്ന നന്നായില്ല. ഞാൻ പറയണത് വായിക്ക് രുചി ഇല്ലായ്മ കാണിച്ചാൽ മതി. ഹലോ, ഒരു മിനിറ്റ് വരണം. ഈ വീട്ടിലെ ആളല്ലേ നിങ്ങൾ? ആരാ ഇവിടെ ആള്? ഇത് വായിക്കൊന്നും ഒരു രുചിയില്ല. രുചിയില്ല. അത് ചോദിച്ചില്ലല്ലോ. വായിക്ക് രുചി ഉണ്ടോന്ന് ചോദിച്ചോ? മണമില്ല. ഗന്ധം അറിയണില്ല. നോട്ടീസ് കണ്ടായിരുന്നോ? ഇത് നോട്ടീസ് മണപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. മണമില്ലെന്ന് പറയുന്നത് നോട്ടീസ് കണ്ടായിരുന്നോ? പുറത്തിറങ്ങിയിട്ടേ കുറച്ച് ദിവസമായി കഴിഞ്ഞ് ഇവരകത്ത് തന്നെ ഇരുന്ന്. ഞങ്ങൾ ബാങ്കിൽ നിന്ന് വന്നതാണ്. അപ്പൊ ഇത് ആരാ മാനേജര്? മാനേജരോ? ചിരിക്കരുത്, ഇദ്ദേഹമാണ് മാനേജർ. കുഴപ്പമില്ല, അത് നമുക്ക് ഹൈഡ് ചെയ്ത് വെച്ച് മുമ്പോട്ട് പോകാം. സാറിന്റെ വയറ്റ് നിറയെ ഡെപ്പോസിറ്റ് ആണ്. ഹലോ, കൂടുതൽ കിണിക്കണ്ട. ഇറങ്ങി വന്ന് ജപ്തി ചെയ്യാൻ വേണ്ടി വന്നതാ. കിണി ഞാൻ പറഞ്ഞ ഒരു ഇത് ലെവലാക്കി തരാം. രണ്ടൊരു അഭിനയം വിടരുത്. അഭിനയിച്ച് സഹനടന്റെ അവാർഡും മേടിക്കരുത് കേട്ടോ. അതെ, ഞാനൊരു അയൽവാസിയാണ്. ഓക്കെ. ഞാൻ ഇവരുടെ ഒരു വിഷമസ്ഥിതി അറിഞ്ഞത് കൊണ്ടാണ് ഇവിടെ വന്നത്.
അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം സാറ് ഒന്ന് സഹായിച്ചേ പറ്റുള്ളൂ. ആ ഒന്നുമല്ല, ഇതിപ്പോ നിങ്ങളിപ്പോ MLA വിളിക്കും, മന്ത്രി വിളിക്കും, അതൊന്നും ഇവിടെ നടക്കത്തില്ല. അതുകൊണ്ടല്ല സാറേ പറഞ്ഞത്. സാറിനെ പോലത്തെ ഒരു വലിയ മനസ്സ് ഇവിടെ ഉണ്ടാകുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമല്ലേ. അതെ അതെ അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് മനുഷ്യത്വം കാണിക്കണേ. ഇയാളാണ് പുറത്തെപ്പോഴും സാധനങ്ങളൊക്കെ മേടിക്കാൻ പോണത്. ഓ അപ്പൊ ഈ സാധനങ്ങൾ മേടിക്കാൻ പോണ കൂട്ടത്തിനകത്ത് പുള്ളിക്കാരന് മറ്റത് കിട്ടി. ഏത് ഈ കൊറോണ ഇത് മാറിക്കേ. കിട്ടി. നമ്മളിങ്ങടെ അകന്ന് നിൽക്കണേക്ക് സാർ നല്ലത്, തുടങ്ങുന്നേ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കണേക്കും നല്ലത്. അപ്പൊ അത് കിട്ടിയതിന് ശേഷം നിങ്ങൾ ആദ്യം നിങ്ങൾ കോവിഡ് പോസിറ്റീവ് ആണോ? പുള്ളിക്കാരത്തിക്ക് ആണെങ്കിൽ അവിടെ നിൽക്കുക, ആദ്യം പുള്ളിക്കാരത്തിക്ക് കിട്ടി. പുള്ളിക്കാരത്തിക്ക് കിട്ടിയതിനു ശേഷം അത് പറയാൻ വേണ്ടി അയൽവക്കത്ത് പോയപ്പോ അവർക്ക് കിട്ടി. അങ്ങനെ ഒരു ചെയിനായിട്ട് വന്ന് ഓക്സിജൻ കിട്ടാതെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ നിൽക്കണമായിരുന്നു. ഓക്കെ. പിന്നെ ഞാനാണ് ഇവിടെ കൊണ്ട് എന്തെങ്കിലും സാധനങ്ങൾ വെച്ച് കൊടുത്തിട്ട് പോകുന്നത്. പക്ഷേ ഇനിയിപ്പോ നിങ്ങൾ എന്ത് ഇതാണെന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടെ നടപടി മുമ്പോട്ട് തന്നെ പോകണം. അത് നമ്മുടെ രീതി നമ്മൾ മുമ്പോട്ട് പോകും. അതെ അതെ അതുകൊണ്ട് അവര് അടുത്തിരുന്ന് മാറിയിക്കാൻ പറ. ഞങ്ങൾക്ക് ഞങ്ങളുടെ രീതിക്ക് മുമ്പോട്ട് തന്നെ പോകാൻ പറ്റില്ല. ഞങ്ങൾ ഡ്യൂട്ടി ചെയ്യണം, അതാണ് ഞങ്ങൾ ചെയ്തേ പറ്റൂ. കണ്ണിച്ചോരല്ല പെരുമാറില്ല സാർ. ഞങ്ങൾക്ക് മുമ്പോട്ട് പോയേ പറ്റൂ. ഞങ്ങൾക്ക് ജപ്തി ചെയ്തേ പറ്റൂ. അങ്ങനെ പറയല്ലേ സാറേ. എന്തൊരു കഷ്ടമാണ്. നിങ്ങളിപ്പോ ഞങ്ങളെ കൂടെ പോസിറ്റീവ് ആക്കിയില്ലേ? ഇത് എന്ത് പണിയാ നിങ്ങൾ കാണിച്ചത്? നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഇത് ജപ്തി ഒന്നും അല്ല. ഇദ്ദേഹം ഒരു ഡ്രാമ കാണിച്ചാണ്. ജപ്തി ഒന്നും അല്ലായിരുന്നു. വെറുതെ ഞങ്ങളെ കൂടെ പോസിറ്റീവ് ആയി. നിങ്ങളുടെ ലോൺ അടക്കണ്ട, എഴുതി തള്ളി. നിങ്ങൾ ജപ്തിയൊക്കെ ഒഴിവാക്കിയൊന്നു. എന്തൊരു കഷ്ടമാണ്. നിങ്ങൾ ഞങ്ങളെ കൂടെ പിടിച്ച് പോസിറ്റീവ് ആക്കി. ഞാനൊരു സാധനം അങ്ങോട്ട് പറയട്ടെ. എന്ത് ഇത് ഞാൻ പറഞ്ഞു കൊടുത്ത ഐഡിയ ആണ്, എന്റെ തള്ളാണത്. പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ് അല്ല. എന്താ മനുഷ്യൻ പോയല്ലോ. ഇതല്ലാതെ വേറെ എന്ത് പറഞ്ഞാലും നിങ്ങൾ അറ്റാക്ക് ചെയ്യുള്ളൂ. നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ അവർ നമുക്ക് സർപ്രൈസ് തന്നു. ഹലോ ഇതൊക്കെ വലിച്ചു സാറേ. എങ്ങനെയുണ്ട് സാധനം, എങ്ങനെയുണ്ട് എന്റെ ഐഡിയ, എങ്ങനെയുണ്ട് നമ്മുടെ അഭിനയമൊക്കെ? ആണോ? അയ്യോ പ്രശ്നമായി. സാറേ RT-PCR ടെസ്റ്റിന് കൊടുത്തിട്ടാ ഞങ്ങൾ വന്നത്. എനിക്ക് ഇങ്ങനെ പോസിറ്റീവ് ആയി. നമുക്ക് രണ്ടുപേർക്കും പോസിറ്റീവോ? നമുക്ക് രണ്ടുപേർക്കല്ലോ, 1, 2, 3, 4, 5 പേർക്ക് പോസിറ്റീവ് ആയി. അവൻ രക്ഷപ്പെട്ട്. ഞാൻ രക്ഷപ്പെട്ട്. പുള്ളിയെങ്കിലും രക്ഷപ്പെടല്ലോ. ദൈവം കാത്ത്. കൺഗ്രാലേഷൻസ്. താങ്ക് യു. അവൻ നിനക്കും